ഹായ് മക്കളെ, എടാ +2ൻ്റെ കൂടെ കീം എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് മക്കളുണ്ട്. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഡൗട്ടാണ്, സാറേ കീം എക്സാമിന് കെമിസ്ട്രി നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രി ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ കീം എക്സാമിന് വരിക എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. മക്കളെ, അതിൻ്റെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നമുക്ക് ടോട്ടൽ കീമിന് കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. കീമിന് കെമിസ്ട്രിക്ക് ടോട്ടലായിട്ട് 30 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ആ 30 ക്വസ്റ്റ്യൻ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് സാറ് പറയുന്നത്. എടാ നോക്കണം മക്കളെ, നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും പ്രധാനമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട 3 ചാപ്റ്റേഴ്സാണ് കെമിക്കൽ ബോണ്ടിങ്. +1 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അതിൽ നിന്നൊരു 2-3 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ D&F ബ്ലോക്ക് എലമെൻറ്റ്സ് +2 കോർഡിനേഷൻ കോമ്പൗണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് 2-3 മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മക്കൾ നെയിമിങ്ങും ഐസോമറിസൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നെയിമിങ്ങിൽ നിന്നും ഐസോമറിസത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ്ങിലാണെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം, ഹൈബ്രിഡൈസേഷൻ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഡൈപോൾ മൊമെൻറ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, യെസ്. ഇനി ഓർഗാനിക്കിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. അതായത് നിങ്ങളുടെ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓർഗാനിക് കെമിസ്ട്രി, ആ ചാപ്റ്റർ ജനറൽ ആയിട്ടുള്ള GOC എന്ന് പറയും നമ്മൾ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരുപാട് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചാപ്റ്ററാണ് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്. പിന്നെ നിങ്ങൾ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഈ ചാപ്റ്ററിനും നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ബാക്കി ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണ്ട എന്നല്ല, നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ചാപ്റ്ററുകൾക്കാണ് എന്നുള്ളത് മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഹാലോ ആൽക്കൈൻ, ഹാലോ അരീൻസിൽ SN1, SN2 മെക്കാനിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയിംഡ് റിയാക്ഷൻസ്, എല്ലാ ചാപ്റ്ററിലും നെയിംഡ് റിയാക്ഷൻസ് മക്കൾ കീം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഓർഗാനിക് ശരിക്കും വലിയൊരു ഏരിയയാണ്. ഓർഗാനിക് നമ്മുടെ കീം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ഓർഗാനിക് കെമിസ്ട്രി. അത് നിങ്ങൾ അത്രയും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഓർഗാനിക് പറഞ്ഞു, ഇനോർഗാനിക് പറഞ്ഞു. ഇനി നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ +1 ഇക്വിലിബ്രിയം, അതിൽ അയോണിക് ഇക്വിലിബ്രിയം എന്നുള്ള ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. KSP, സോലിബിലിറ്റി പ്രൊഡക്റ്റ് ബേസ്ഡ് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് തവണ കീം എക്സാമിന് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ് അറിയാം, നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ +1 കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ തന്നെയാണ് തെർമോഡൈനാമിക്സ്. അതും നമ്മുടെ കീം എക്സാമിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. പിന്നെ +2 സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഹാഫ് ലൈഫ്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സ്ഥിരമാണ്. ഇലക്ട്രോ കെമിസ്ട്രി, സെൽ ടൈപ്പുകൾ, ആ രീതിയിലുള്ള ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ, ആ ഏരിയ ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 ചാപ്റ്ററുകളാണ് മക്കൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ചാപ്റ്ററുകൾ. ഇനി ഇതല്ലാതെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് പ്രയോറിറ്റി അത്രത്തോളം നിങ്ങൾ കൊടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞ ചാപ്റ്ററുകളൊക്കെ പഠിച്ചിട്ട് മക്കൾ ഇതിലോട്ട് വന്നാൽ മതി. അപ്പോൾ കെമിസ്ട്രി മക്കൾ ഈ ഒരു പ്ലാനിലാണ് കെമിസ്ട്രി നിങ്ങൾ പഠിക്കേണ്ടത് കീം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ മക്കളെ, സാറ് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് കീം +2ൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നൊരു എക്സാമാണ്. ഒന്ന് പ്രോപ്പറായിട്ട് ഐഡിയ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ ചാപ്റ്ററുകളുടെ ഒരു ബേസിക് ആയ ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻട്രൻസ് എക്സാം നേടാനുള്ള ഏറ്റവും, അല്ലെങ്കിൽ കീം പോലുള്ള എക്സാം നേടാനുള്ള ഏറ്റവും വലിയ കാര്യം. അല്ലാതെ വേറെ ഒന്നുമല്ല. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മക്കൾ അത് അടിപൊളിയായിട്ട് ആ രീതിയിൽ തന്നെ പ്രോപ്പറായ പ്ലാനിങ്ങോടുകൂടി ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് കൂടുതൽ, എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ്, ആ രീതിയിൽ മക്കൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ കീം എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും മക്കളെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.